അതും ഇല്ലേ? എടി തങ്കമനെ, തങ്കമനെ, കൊത്ത് സാധനം 10 കുത്തിയോ? 10 കുത്തി. ആ ഇവിടെ ഉണ്ടായിരുന്ന ഓർമ്മ എന്തോ? ഉണ്ണിമോന്. ആ ഉണ്ണിമോൻ തന്നെ നാമതാരത്ത് മറന്നു കാണുന്നു. ഓർമ്മ ഉണ്ടല്ലേ? ഓർമ്മയുണ്ട്. പെട്ടെന്ന് മതക്കാൻ പറ്റൂലല്ലോ. അത് പറ്റത്തില്ല മോനെ. നമ്മുടെ ഇതിപ്പോ അങ്ങനല്ലേ? ഇത് തല തിരിക്കുന്ന എന്റെ ജീവിതം കുത്തിത്തോതാക്കിയതാ നിങ്ങൾ. എല്ലാരും കേക്കത്ത്, എല്ലാരും കേക്കത്ത്. ഇന്ന് കേക്കാതെ ബാക്കുള്ളത് കേറത്തില്ല. ഈ പതി ഞാൻ കേറത്തില്ല. ബെതിത്തത് അച്ഛൻ വന്നിട്ടുണ്ട്. അത്തം വന്നോ? തണ്ടേ പതന്നു കൊതുക്കും. ഉണ്ണിയുടെ ജീവിതം നഷ്ടപ്പെടുത്തിയതാ കേട്ടോ. പത്തിയൊക്കെ വെറുത്തു. ഓ എന്നെ കതിപ്പിക്കാൻ അധികം. അവൻ കടിക്കത്തില്ല മോനെ. കതിക്കത്തില്ലെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ ഞാൻ കതിക്ക് വരുന്നേ കൊല്ലാം. നല്ല കൊത്ത് സാധനം. ചായ കൊത്തിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന. കാപ്പിയോ കുടിച്ചാ? അല്ല വാ കഴിക്കാം. എന്തോ ദോശയും സാമ്പാറും നല്ല ചമ്മന്തി. 2 ദോശയും ചമ്മന്തി. ഇപ്പൊ ആരെ കാണാനാ വന്ന? നിങ്ങളെ കാണാനാ വന്ന. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദ്യം തിന്നിട്ട് സംസാരിക്കാം. എന്തായാലും പറഞ്ഞല്ലേ കൊണ്ടുപോ. എത്തോണ്ട് വരാം. ഇവിടെ ഇരിക്കും. ഈ വയത് വലിയൊരു പ്രശ്നവും. ഇരിക്കാനും പറ്റൂല, നിൽക്കാനും പറ്റൂല. എന്തത് വയതോ പത്തി. ഈ പത്തിയൊക്കെ കൊണ്ടുപോ. ഇത് പോരാ. എനിക്കേ തിന്നാൻ കിട്ടുന്നില്ല. അപ്പതാ നീ ഇതുക്ക് മാതപത്തി പൊറപത്തി. മോന്റെ വയറൊന്നും കുറഞ്ഞില്ലല്ലോ. പത്ത് തേയുന്നുണ്ട്. കൊതയും പെണ്ണാലോചനൊന്നും ആയില്ലേ? നിങ്ങളുടെ മോള് ഒത്തൊത്തി കാണുന്നു. എനിക്കിപ്പോ പെണ്ണ് കിട്ടാത്ത. ഞങ്ങൾ എന്തോ ചെയ്യാനാ? ഞാൻ പറഞ്ഞതല്ലേ മോനെ കെട്ടിച്ചു തരത്തോളന്ന്. പിന്നെ എന്ത് തന്നെ പൊത്തനാക്കി. നാബിത വന്നു, പെണ്ണ് കണ്ടു, സേവതത്തെ സൂത്രം നടത്തി. എന്നിട്ട് ആ സൂത്രത്തേക്ക് കാമതാമാന്റെ കൂടെ തന്നെ പോയില്ലേ? പോയോ ഇല്ലേ? കാമദേവനല്ല, കാമതാമാൻ പോത്തെടുക്കുന്ന ആള്. റബ്ബർ വെട്ടുണ്ട്. ഒട്ടുറൊക്കെ എപ്പോഴും എടുക്കുന്നുണ്ടോ? ഒട്ടുറൊക്കെ ഉണ്ട്. അച്ഛന്റെ അക്കൗണ്ടിലാണോ പൈസ ഒക്കെ? അതിന് വലിക്കും. ഏതൊക്കെ വലിക്കും കാദ്യത്ത്. അതുകൊണ്ടാ വലിച്ചോണ്ട് നടക്കുന്നത്. എന്ത് ദോശ തള്ളേ എന്നും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മതിയേ? എനിക്ക് മതി. ചുമ്മാതല്ല എവിടെ പോയാലും പെണ്ണുങ്ങളൊന്നും ഉറക്കാത്ത. പതിയില് മൊത്തം വെള്ളം കൊതി ഒതിട്ടാ. അല്ല തള്ള എന്നെ കറിയൊക്കെ ആട്ട് മൂക്കാൻ തന്നെ പൊത്തി ഇങ്ങത്തല്ലോ. ഈ പത്തി എന്ന് വെച്ചതാ. അതിപ്പോ നമ്മള് 2-3 മാസമായി വാങ്ങിച്ചിട്ട്. ഇത്ര വളരത്തോളൂ. കൊത്തുതാണുള്ളത്. ചെറുതാ. കൊത്ത് പത്തി. മോന് വേണോ? എനിക്ക് വേണ്ട. ഈ വയത് കഴിയുന്ന തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിപ്പോ. 10 വയസ്സ് വയ്യ. എന്റെ പേര്? ഹാപ്പി. കാപ്പേ മാമ്പ. നല്ല ആൻസർ. അവ ആര് വിളിച്ചാലും ഇതോടെ ഭയങ്കര ആൻസറിനെ. അപ്പൊ എന്തെന്നാ വളർത്തുന്ന ആര് വിളിച്ചാലും കൂടെ പോവെങ്കിൽ പോത്താ. കത്തു ഇല്ല കടിക്കത്തില്ല. ഇന്ന് സീരിയസ് ആയി സംസാരിക്കാം. തന്ത എന്ന് വന്നു ലീപന. തന്ത ഇപ്പൊ വന്നിട്ട് 1 മാസം. അവള് പോയി അങ്ങനൊക്കെ ആയപ്പോഴത്തേക്ക് പോരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് പെണ്ണ് കിട്ടുന്നല്ല. എനിക്ക് 32 വയസ്സായി. എത്ര? 32. എത്ര? 32. 2 5 32 വയസ്സായിട്ട് എനിക്ക് ഇത്ര നാളത്തെ പെണ്ണ് കിട്ടുന്നില്ല. അതിന്റെ കാരണം സദൈവ കാമതാമാന്തോത് ഉൾത്തോതി പോയി ശരി ഓക്കെ. പക്ഷെ അവള് പത്തതം നാട്ടകത്ത് മൊത്തം പറഞ്ഞുണ്ട് ഓതോ കാര്യങ്ങൾ. എന്നാൽ കക്കൂസി പോകുന്ന അപ്പിതാണ്, പിന്നെ കക്കൂസി പോകുന്ന പിന്നെ അതിപ്പതിപ്പിക്കാനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലായിടത്തും പറഞ്ഞ് എനിക്കിപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല. ഞാൻ എത്ര പെണ്ണ് കണ്ടെന്നറിയാവോ? ഇതൊക്കെ വേറെ റെക്കോർഡ് കിട്ടാൻ പോകും. അത്രയ്ക്ക് ഞാൻ പെണ്ണ് നോക്കാൻ പോകുന്നത് എനിക്ക് ഇതുപോലെ പെണ്ണ് കിട്ടില്ല. അതുകൊണ്ട് തന്തയും തള്ളയും എനിക്ക് പെണ്ണൊപ്പിട്ട് തന്നോണം. അത് പറയാനാ വന്നത് കേട്ടോ. പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണുങ്ങളെല്ലാം ഒളിത്തോരും. എല്ലാവരും പോകും. താപം പിന്നെ അല്ലാതെ എന്തോ വായില് പത വെച്ചിട്ടിരിക്കുവാന്നു. അല്ല പത തള്ളേ. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതാ കൊതപ്പം. തന്റെ കഴിഞ്ഞ് നല്ല തന്റെ അടുത്ത് പറയുമ്പോ എങ്ങനെ പ്രതികരിക്കുന്നു അതാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. ഞാൻ ആകെ വിഷമിച്ചിരിക്കുക മോനെ. മോ ഇങ്ങനെ വന്ന് എൻ്റെ മുമ്പിൽ പറയുമ്പം എൻ്റെ മോള് കാരണം നിനക്കൊരു ജീവിതം ഇല്ലാതായെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ച് തന്നേനായിരുന്നു. എനിക്ക് ആകപ്പാടെ ഒരു പെങ്കൊച്ചേ ഉള്ളായിരുന്നു. ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ച് തന്നേനായിരുന്നു. നോക്കാം. മോ ഒരു കാര്യം ചെയ്യ്.
2 മാസം കഴിഞ്ഞിട്ട് വാ. ഇല്ല ഞാൻ അവിടെ ഇരിക്കോ എനിക്ക് ഇന്ന് പെണ്ണ് കാണാൻ പോകണം ഞാൻ അതിനാ സുഖമൊക്കെ തോന്നു വന്ന നമ്മൾ ഒന്നാമത് ധർമ്മസങ്കടത്തില്ല, ഇതും കൂടെ ഈ സങ്കടവും കൂടെ ഏറ്റെടുക്കണോ ഇനി? അതൊന്നും എനിക്കറിയണ്ട തടവ് പതാത്ത കൊണ്ടോ ഇല്ല ഇല്ല കാര്യമായി കേട്ടോ ഇതോ ഇത് പത്രമല്ലേ ഇന്ത പൊണ്ണ് മാതൃ ഭൂമി ഇങ്ങനെ ഉണ്ട് പെണ്ണുമില്ല പരകോതിയില്ല ഒരു കോപ്പുമില്ല ഇതേ ഇരിക്കുന്ന മുതി തെറ്റി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇരിക്കേണ്ട എന്തൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ആ ബ്രോക്കർ അന്ന് ഇവിടെ കൊണ്ടുവന്നു. ബ്രോക്കർ അതെന്താ അപ്പതം കളവനെ പൊക്കി അതെന്നില്ലേ കത്തിലിന്റെ അടിയിൽ ഇപ്പൊ അന്തതാ ഡെയിലി അന്ത ആന്ന് അത് ഞാൻ പോയി പോത്തേക്കെത്ത് അതുകൊണ്ട് ഇപ്പൊ അമ്മാവൊന്നും അത് കൂട്ടില്ല കൂട്ടി പറ്റി. അമ്മയുണ്ടോ? അമ്മയുണ്ട്. തന്റെ ഒന്നും എന്ത് ഉപയോഗമൊന്നുമില്ല. അത് രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കും താഴ് കഥ മാതൃഭൂമി 10 വയത്തോണ്ട് ഇങ്ങനെ ഇരിക്കും. ആ തന്ത വെച്ച റബ്ബറിൽ നല്ല വെട്ടി വലിച്ചെടുക്കുന്ന ഒട്ടുറയൊക്കെ. അതാണ് തന്ത വന്നിട്ടില്ലേ തന്ത ഒന്നുമില്ല ഞാൻ കൊത്തി അത് സംസാരിക്കുന്നു. അകത്ത് കയറി ഇല്ല ഇങ്ങോട്ട് വിളിച്ചാൽ മതി ഞാൻ അകത്തോട്ട് വന്നില്ല. ഞാൻ അത് സവതം ചെയ്തു ആ വീട്ടിനകത്ത് ഞാൻ കാലുത്തത്തുള്ളൂ. എങ്ങനെയും പറഞ്ഞൊന്ന് ഒഴിവാക്കണം. നമ്മൾ മോളെ ആദ്യം ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ, വന്ന് കണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം നമ്മൾ എങ്ങനെയും കെട്ടിച്ചു കൊടുക്കണമെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമെന്ന്. പിന്നെ വഴക്കൊന്നും വേണ്ട, സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അത് മതി. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം. തന്ത ഒരു കൊതു സെറ്റപ്പായിട്ട് നിൽക്കാം. സ്റ്റൈലിന് ഒരു കൊതവ് വേണ്ട. മുതിയൊക്കെ പോണ് നിൽക്കാം. ഹായ്. Hi uncle. Hi. How are you? Fine. My name is ഉണ്ണി. ഉണ്ണി. നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. ആദ്യമായിട്ടാണ്. ഒതുക്കത്തെ കാണാൻ സാധിക്കും. എടത്തോത്തേക്ക് സൈഡ് കൊത്ത് കുറവാണേ. എന്നാ ഇതിനു മുമ്പ് പകുതി ഉണ്ടോ എവിടെയെങ്കിലും കണ്ടതായിട്ട്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ല. നന്നായി കേട്ടോ പോകുന്നത്. എന്താ ജോലി? ഒറ്റ ബിസിനസ്. ഒറ്റ നല്ല ബിസിനസ് ആണല്ലേ. പിന്നെ നല്ല വലിയല്ലേ? വലിയ വലുത്തങ്ങ് വിതൂലി മമ്മ നമ്മളെ. കൊള്ളാൻ കേട്ടോ സെറ്റപ്പാരെ നിൽക്കുന്ന വിത്ത് ബോധി നമ്മൾ തേയ്മായിരുന്നു. കൊള്ളാൻ കേട്ടോ. ഇപ്പൊ ഞാന് പണ്ട് ഇപ്പൊന്നും അല്ല ഒത്തിരി അങ്കിൾ ഇവിടെ ഇല്ലല്ലോ. അങ്കിൾ നാട്ടിൽ ഇല്ലാത്തപ്പോഴല്ലേ ഇതെല്ലാം നടക്കുന്നത്. അങ്കിൾ ഇപ്പോഴല്ലേ വന്നത്. പിന്നെ അധികം സാധ്യത ഞാൻ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് ഉണ്ണി. ഏജ് 20 ആയിരുന്നു. ഇപ്പൊ 35. 32 വയസ്സായി. 32 35 years old. I'm studied പത്തപ്പാറ UP school. LKG തൊട്ട് അവിടെ തന്നെയായിരുന്നു. Then stopped it because my father have a farmer. He's farmer and lots of family issues and no money. Only ഒത്തുകഥ. മലയാളം പറഞ്ഞാൽ പോരെ? No. Introduce is myself is English. Okay. Then my father go to where they stop farmer. My father is a farmer. Then after in 1992 ഒത്തുകഥ rate very down. Then we are very poor. Daddy stopped everything. 2005 ഒത്തുകഥ rate up. Back to with life. ഒത്തുകഥ is all. Thank you sir. ഇംഗ്ലീഷും അറിയാം. ഞാൻ ഇപ്പൊ ഇത്ര സംസാരിച്ച് എന്താണെന്ന് അറിയാമോ? ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് മനസ്സിലായി. ആ മാത്രം അത് കണ്ടോ? സ്വർണ്ണം നോക്കുന്നുണ്ട്. എന്താ ഇത് കണ്ടോ? ഗോൾഡ്. അവിടെ എത്ര സ്ഥലമുണ്ട്? അത് എണ്ണിട്ടില്ല അമ്മ. അപ്പൊ ഒത്തിരി ഉണ്ട്. ഏക്കർ കണക്കിനല്ലേ റബ്ബർ എസ്റ്റേറ്റ്. ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് എന്നൊന്നും പറ്റത്തില്ല. ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ട്. പഞ്ചായത്ത് മാത്രോ? ഈ ഇന്ത്യൻ കന്തി മൊത്തം അല്ലേ? അമ്മാവ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഇത്രയും കാലത്തിനിടയിൽ 20 മുതൽ 15 ഒരു വ്യക്തി അമ്മാവൻ കണ്ടിട്ടുണ്ടോ? അത് ശരിയാ. ഞാൻ അത്രയ്ക്കും നല്ല കുത്തിയാ. ഇന്ന് രാവിലെ നിന്നിട്ട് അമ്പലത്തിൽ വന്ന് കൂതി പത്തിയിരിക്കാണ് മുതി പറഞ്ഞു പോകുന്നത്. അതൊക്കെ നമ്മുടെ ക്വാളിറ്റിയെ ബാധിക്കും. ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് ലുക്ക്. ഈ വയത് കുടുംബത്തിന്റെ അന്തസ അത് അങ്കിളിനല്ലേ? കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ത് അങ്കിളിനുണ്ട്. എന്താ വിഷമം അമ്മാവെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് നമ്മ എനിക്ക് വേറെ ഒരു കൊതപ്പില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഒരു കൊതപ്പുണ്ട്. എനിക്ക് പെണ്ണില്ല. പെണ്ണില്ലേ? അന്ന് കാണക്കാതി അതെന്നറിയാവോ?
ദോത്തൻ. എന്റെ മോളാ. അതെ, അവളെ ഞാൻ ഒന്ന് പെണ്ണ് കാണാൻ വന്നതാണ്. എനിക്ക് തെരിയ ബിക്കലുണ്ട്, അതുകൊണ്ടാ. ഇത് ജന്മനെ ഉള്ള. അതങ്ങനെ തൊണ്ടയ്ക്ക് തെരിയ പ്രശ്നമുണ്ട്, കുത്തലത്തോട്ടെ. അന്നിപ്പം ഞാനൊരു വേറൊരു പരിപാടി വരുന്നുള്ളത്, വിക്തമ്പ്. വിക്തമ്പ് കതിക്കൂ നീന്താശ്വാസം പരസ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാന് ഇപ്പൊ വന്നേന്ന് വെച്ചാല് പെണ്ണ് വേണം. അത് തന്തയും തള്ളയും നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ഒപ്പിട്ട് തരാൻ. അപ്പൊ പെണ്ണ് പോയില്ലേ? പെണ്ണ് പോയി, അതുകൊണ്ടാണല്ലോ പെണ്ണ് വേണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ എവിടുന്ന പെണ്ണ് പോയിക്കുന്നത്? അതെനിക്കറിയണ്ട. എനിക്ക് പോക്കെന്ന് കൊടുക്കാൻ പൈസ ഇല്ല, പൈസയൊക്കെ തീർന്ന്. ഞാൻ ഇനി പൈസ തോറ്റാൽ തന്ത എൻ്റെ തെവുക്കൽ എടുത്ത് പൊത്തിക്കും. കുടുംബത്തിലൊക്കെ പെൺകുട്ടികളൊക്കെ കൊണ്ടും. അതാദ്യം തോന്നിക്കാം. പെൺകുട്ടികളൊക്കെ നമ്മളെ അകന്ന ബന്ധത്തിലൊക്കെ ഉണ്ട്. അതൊക്കെ മോന് ഇപ്പം 35 വയസ്സല്ലയോ എന്ന് പറഞ്ഞേ? അതൊക്കെ 19 വയസ്സും 18 വയസ്സൊക്കെ ഉള്ളു. എനിക്കതൊന്നും ഒരു പ്രശ്നം. അവര് അവരുടെ പേരൻസ് ഒക്കെ തമ്മിക്കണ്ടേ? അങ്ങനെയെങ്കിലും ഒന്ന് തെറ്റാക്കി എത്ര നാളും കൊണ്ട് ഇങ്ങനെ നടക്കുവാ. 15 വയസ്സൊക്കെ ഡിഫറൻസ് കൊണ്ടൊക്കെ വലിയ പാടല്ലേ? എന്തൊരു കഷ്ടമാണ് നോക്കണേ. അതെന്താ പോന്ന് അമ്മാവാ ഐഫോണും ഉണ്ട് എന്റെ കയ്യില്. ഞാൻ ദിത്ത അമ്മാവാ, അതെ ദിത്ത കണ്ടോ, ആപ്പിള് പകുതി കത്തത് നോക്കി എല്ലാം ഉണ്ട്. എനിക്ക് പെണ്ണില്ല, വേറെ വെക്കൊന്ന് കിട്ടാൻ പോവാ. എന്നെ വിളിത്തായിരുന്നു ഏറ്റവും കൂടുതൽ പെണ്ണ് കണ്ട വ്യക്തി. കിട്ടും, അത് കിട്ടും. വേറെ കിട്ടും പെണ്ണ് ഇല്ല, വേൾഡ് റെക്കോർഡ് കിട്ടും. വേൾഡ് റെക്കോർഡ്. ഓ അങ്ങനെ എന്തോ തെയ്യ. എനിക്ക് അതൊന്നും ഒപ്പിട്ട് തോന്നിട്ടാ ഞാൻ ഇതൊന്നും പോകത്തില്ല. നമ്മളെ കുടുംബം ഇരിക്കാം, ഇവിടെ ഞാൻ ഇരിക്കും. ഒരു കാര്യം ചെയ്യും, അകത്തിന് സംസാരിച്ചാൽ ഇതെല്ലാരും കേക്കണേ. എന്താ എല്ലാരും കേക്കട്ടെ. എനിക്ക് പെണ്ണ് കെട്ടുന്നത് നിങ്ങളുടെ മോളിൽ കാണുന്ന, എനിക്ക് പെണ്ണ് കെട്ടുന്നത് എല്ലാവരും അതേ. നിങ്ങൾക്ക് വേറെ കുട്ടികളൊന്നുമില്ലേ? നമ്മക്ക് അതല്ലേ ഉള്ളു, ഒന്നല്ലേ ഉള്ളു. ആ കാലത്തൊന്നും ആന ശ്രമിക്കുന്നത് 3 നിൽക്കില്ലായിരുന്നു ഇതുപോലെ. അമ്മാവ് ഒന്ന് മുൻകൈ എടുത്ത്. മോനെ ഞാനൊരു കാര്യം പറയാം. അമ്മാവും കൊത്തി തക്കാലം മോ ഇപ്പം നില്ല്. ഇപ്പം തക്കാലം മോ ഇപ്പൊ പോണം. ഇല്ലേ പറയട്ടെ, നമ്മള് 1-2 റിലേറ്റീവ് ഉണ്ട്, അവരുടെ നമ്മൾ സംസാരിക്കട്ടെ. നമുക്കിപ്പൊ പോവാം. പോയി ഇല്ല വീട്ടിൽ നിക്കേ. അപ്പൊ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ളതാണെന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിയിട്ട് അമ്മോ ഇനി നമ്മളങ്ങോട്ട് വിളിക്കാം. അമ്മാവ് എന്ന് ഒതുവാക്കും. അമ്മാവ് ഞാൻ നിക്കറിട്ടിട്ടില്ല കേട്ടോ അടിയിൽ. കിളവ് എന്നെക്കാട്ടും ബിസി വന്നുള്ളൂ. പിന്നെ നിക്കറിതാണ് എന്തുവായിരുന്നു പരിപാടിയകത്ത് കൊള്ളാൻ കേട്ടോ. അമ്മ പോയി നിക്കത് കുത്ത് പാന്ത് കുത്തി തോന്നാണ്. ഇല്ല നമുക്ക് ഇനി തുമ്മാതി അവിടെ വിളിച്ചു പറയണ്ടേ? വിളിച്ചു പറയാതൊന്നും പറ്റത്തില്ല. നമുക്ക് സർപ്രൈസ് കൊടുക്കാം. നമുക്ക് പോവാം. പെണ്ണിന്റെ പേര് എവിടെയായിരുന്നു? പെണ്ണിന്റെ വീട് അങ്ങ് ചടങ്ങത്ത് അപ്പുറം പോകണം. ചടങ്ങത്തപ്പുറം ഇതല്ലേ പോവാം. വീട്ടിലെ ആളുണ്ടാകുന്നില്ലെന്നൊക്കെ ചോദിക്കണ്ടേ? അതവിടെ പോയി നോക്കുമ്പോ അവിടെ പോവില്ല. അവിടെ അതുപോലെ പെങ്കൊച്ചൊക്കെ ഉണ്ടാകുന്ന നോക്കണ്ടേ? അവര് സമ്മതമാണെന്ന് അറിയണം. പെങ്കത്ത് എന്തോ പഠിക്കുന്നു. എന്തോ പഠിക്കുന്നു? പെണ്ണ് ഡിഗ്രിക്ക് സുന്ദരിയാണെന്നോ കാണാനേ കുഴപ്പമില്ല. അമ്മാവ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അങ്ങനെ ആപ്പ ഉപ്പൊന്നും ഈ ഉണ്ണി കെട്ടത്തില്ല. അയ്യോ അങ്ങനെ കൊണ്ടെത്തു ഉണ്ണിക്ക് അതൊന്നും പറ്റത്തില്ല. ചുമ്മാ അല്ല അവിടെ ഓടിയത്. എന്തോ ഈ കള്ള കിളവൻ പറയുന്ന തുത്തിയലെന്തേ എത്താൻ പൊത്തിക്കല്ലോ. എനിക്ക് അങ്ങനെ വേറെ മുഖവും കൂടെ ഉണ്ട്. പിന്നെ കേട്ടല്ലോ, ഞാൻ ഇത്രയും നാള് തിരിക്കല്ല് കിളവാ ദിഗ്ഗല് തിരിക്കല്ല് കേട്ടോ. ഇന്ന് ഈ അബദ്ധതാക്കിയത് എല്ലാവരും കൂടിയാ. മര്യാദക്ക് പോയി പാന്തൂരിപ്പൊക്കെ ഇത്തിട്ട് പോയി. അവിടെ ആളില്ല. കണ്ടു ഈ തന്ത പറയുന്ന തള്ളേ കഥക്ക പോലും കണക്ക കാപ്പതാവാദം കണക്ക എല്ലാവരും കഥക്ക. ഉണ്ണി ദേണ്ട കിടക്കുന്ന ഉണ്ണി തേന്ന് ഒരു ദിവസം എനിക്ക് കിട്ടും കിട്ടും. അതൊന്ന് സഹായിക്കണ്ട. ഉണ്ണി കൊണ്ടുപോകും കേട്ടോ. ഉണ്ണി പോയിട്ട് പോവാ. അതെ ഉണ്ണി പോയിട്ട് പോകാം. എല്ലാവർക്കും അതാ ഉണ്ണി പോകാം. ഉണ്ണി പൊക്കോളാം. ഉണ്ണിക്ക് പ്രശ്നമില്ല. ഒറ്റയ്ക്ക് പതി വന്നോ ഉണ്ണി. ഒറ്റയ്ക്കാണ് വഴി കിട്ടി. ഒറ്റയ്ക്ക ഇനിയും പെത്തും പതി. ഇനിയും പെതും പോവാ. ഉണ്ണി ഒരു ബാധ്യതയായിട്ട് വരത്തില്ല. അടുത്ത ആഴ്ച ബൈ. ഓക്കെ. തുമ്പാ വന്ന കേട്ടോ പോവാ.